ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ ആണ് കേട്ടോ അത്. ഇതെടുത്തിട്ട് ഞാൻ കുറേ ദിവസമായി. ജനുവരി 25 എടുത്തതാണ്, മോളെ ബർത്ത്ഡേന്. അപ്പോൾ അന്ന് എടുത്ത വീഡിയോ ആണ്. ഇതുവരെ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ തൂക്കണ സാധനങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇത്രയും നാൾ എടുത്ത് വെച്ചത്. അപ്പോൾ ഞാനത് എന്താ പറയുക, ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇതിനെ കോലോ ആ സാധനം ഉണ്ടാക്കാൻ പോവാണ്. അത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അലമാരൻ്റെ ഒരു ഷീറ്റ് വെച്ചിട്ടാണ്. മറ്റേ ഈ കുറഞ്ഞ ഒരു ഇതിന് ഒരു മീഷോയിലൊക്കെ കിട്ടുന്ന ഒരു അലമാരല്ലേ, അതിൻ്റെ ഷീറ്റാണ്. അത് ഉപയോഗമില്ലാത്തതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് അതിലൊരു കമ്പിടാനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിൽ കൂടെ നൂലും കെട്ടി എഴുത്ത് കൊടുത്ത്. പിന്നെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടേനി. കേക്ക് വന്ന് ഞാനൊരു ഇൻസ്റ്റയിൽ കണ്ട ഒരു സെറ്റപ്പ് മോഡലാണ് പറഞ്ഞു കൊടുത്തത്. സിമ്പിളായിട്ടുള്ളത് പോലെ അത് അതേപോലെ തന്നെ എത്തിച്ചിട്ടുണ്ട്. കേക്ക് അടിപൊളി കേട്ടോ, നല്ല രസമുണ്ടേനി. ഇത് അങ്ങനെയാണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള എഴുതിയത് കേക്ക് ഇത് അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഓള് കരച്ചിലും ബീച്ചിലൊക്കെ ഏനി. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി. പിന്നെ പുതപ്പ് താഴെ വിരിച്ചതാണ്, ബെഡ് തല കുത്തനെ വെച്ചതാട്ടോ ഞാൻ. തല കുത്തനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ബെഡ്ഷീറ്റ് അല്ല, പുതപ്പല്ലാത്തൊരു സൈസ് സാധനമുണ്ട്, അത് തല തിരിച്ചിട്ടതാണ്. അതിൻ്റെ മുകളിൽ മുട്ടുസൂചിനോട് കുത്തി വെച്ചതാണ് ആ HBDY ശരിയാണ്, ഹാപ്പി ബർത്ത്ഡേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓളെ ഇടാനുള്ള ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ച്, പിന്നെ ഓളെ ഷൂ ഒക്കെ വെച്ച്, എന്നിട്ട് അത് ഒരു ബക്കറ്റ് കമത്തിട്ടിട്ട് ഉള്ളിൽ പുതപ്പിൻ്റെ ഉള്ളിൽ ബക്കറ്റ് കമത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഫോട്ടോസ് അതങ്ങനെ എടുത്തിട്ടുണ്ടേനി. ഇപ്പോൾ ഞാൻ ബെഡ് കാണിച്ചു തരാൻ പോവാട്ടോ. ബെഡ് തല കുത്തനെ അങ്ങനെ വെച്ചതാണ് ഞാൻ. നിലത്തേനി കട്ടിലില്ലാണ്ട് ബെഡ് മാത്രമേ വെച്ചിട്ടുണ്ടേനി. അപ്പോൾ പിന്നെ നേരെ അങ്ങനെ വെച്ച് ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്കാകെ പണിക്കുപോയി. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പാട്ടോ അതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫോട്ടോ എടുത്ത്, പിന്നോളെ കുത്തി വെച്ച ഡ്രസ്സൊക്കെ പിന്നെ വലിച്ചൂരി ഒന്നുകൂടിയും ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഫോട്ടോ എടുത്തിട്ട് ഒരു കേക്ക് അപ്പം ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു തോണ്ടലൊക്കെ കൊടുത്ത്, പിന്നെ വേറൊരു ഡ്രസ്സ് ഉണ്ടേനി അത് ഇടിപ്പിച്ച് കുറച്ച് നേരം ഫോട്ടോ എടുത്ത് കേക്ക് അങ്ങനെ വെച്ച്. കാരണം ഞാനും ഓള് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇക്കാക്ക് വന്ന് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിക്കാണ് കട്ട് ചെയ്ത്. പിന്നെ ഇക്കാൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ പുറത്ത് പോയി, ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോയി. ജസ്റ്റ് അവിടെ നേരം കുറച്ച് നേരം ഇരുന്ന് ഓള് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ തിന്ന് അവിടെ ഇങ്ങനെ വെറുതെ കാറ്റും കൊണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ തിരിച്ച് പോയപ്പോൾ കുറച്ച് രാത്രിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത്. അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പിന്നെ രാത്രിക്ക് ഇക്കാക്ക വന്നപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് കഴിച്ച്. അങ്ങനെ ഓളെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ, അതായത് ജനുവരി 29 രാത്രിക്ക് 12 മണിക്കാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്നത്. ഈ കേക്ക് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ എൻ്റെ ബർത്ത്ഡേയാണ് ജനുവരി 30. ജനുവരി 1 കാൻ്റെയും ജനുവരി 25 ഓളതും 30 ഇൻറ്റു. അങ്ങനെയാണ് ഞങ്ങളെ ബർത്ത്ഡേക്ക് ഒരു മാസമാണ്. അപ്പോൾ കാക്ക കേക്ക് വാങ്ങി സർപ്രൈസായിട്ട് തന്നതാട്ടോ. രാത്രിക്ക് ഞങ്ങൾ കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ കാക്ക പുറത്ത് പോയി വാതിൽ തുറന്ന് വരുമ്പോൾ കേക്കായിട്ടൊന്നും അങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ അത് അവിടെ തന്നെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇൻഷാ അള്ളാ ഇടാൻ നോക്കാം. അതുവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.